പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 11 അധ്യായം 19 മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. മരിച്ചവനെ തിരികെ പ്രാപിച്ചു. മരിച്ചു എന്ന് പറഞ്ഞ, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഇസഹാക്കിനെ അബ്രഹാം വിശ്വാസത്താൽ തിരികെ പ്രാപിച്ചു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാൽ നഷ്ടപ്പെട്ട പലതിനെയും തിരികെ പ്രാപിക്കാൻ സാധിക്കും. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് തൻ്റെ ഏകജാതനായ മകനെ ചോദിച്ചപ്പോൾ അബ്രഹാം ഒട്ടും ചഞ്ചലിക്കാതെ ഏൽപ്പിച്ച അനുഗ്രഹിച്ച, അതുവരെ നടത്തിയ നന്മകളെ തന്ന ആ കർത്താവിനെ വിശ്വസിച്ച് തൻ്റെ ഏകജാതനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനെന്ന് അദ്ദേഹം എണ്ണി. അദ്ദേഹം വിചാരിച്ചു, എൻ്റെ മകൻ മരിച്ചു പോയാലും അവൻ ചാരമായി തീർന്നാലും ആ ചാരത്തിൽ നിന്ന് പോലും ഇസഹാക്കിനെ ഉയർപ്പിക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ആ ഒരു വിശ്വാസത്താൽ എന്താ സംഭവിച്ചത്? മരിച്ചവനെ തിരികെ പ്രാപിച്ചതുപോലെ ദൈവം ഇസഹാക്കിനെ കൈക്കൊണ്ടു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ഇസഹാക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമാണ്, അബ്രഹാമിൻ്റെ ചിരിയാണ്, അബ്രഹാമിൻ്റെ സന്തോഷമാണ്, അബ്രഹാമിൻ്റെ വാഗ്ദത്തമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താൻ വിശ്വാസത്താൽ എല്ലാം ഏൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ, തൻ്റെ വാഗ്ദത്തത്തെ, തൻ്റെ ചിരിയെ, തൻ്റെ സന്തോഷത്തെ, തൻ്റെ തലമുറയെ അവൻ തിരികെ പ്രാപിച്ചു. ഈ പകൽക്കാലം നിങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങൾ സകലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ വിശ്വാസത്താൽ ചിലത് തിരികെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നേടുവാൻ, നിങ്ങളുടെ നന്മയെ നേടുവാൻ, നിങ്ങളുടെ സന്തോഷത്തെ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. എബ്രായ ലേഖനം തന്നെ 11 അധ്യായം 35 തന്നെ നാം വായിക്കുന്നു, ഹല്ലേലൂയ, മരിച്ചവരെ വിശ്വാസത്താൽ ചിലർക്ക് തിരിച്ചു കിട്ടി. സ്ത്രീകൾ തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു പ്രാപിച്ചു, തിരിച്ചു ലഭിച്ചു. മരിച്ചു എന്ന് സ്ത്രീകൾ പറഞ്ഞ പലതിനെയും തിരിച്ചു ലഭിച്ചു. നിങ്ങൾക്ക് ലാസറിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം. അവരെ ഹല്ലേലൂയ, തങ്ങളുടെ പ്രിയനായവൻ മരിച്ച് അടക്കി. ഹല്ലേലൂയ, അത് വേദപുസ്തകം പറഞ്ഞു, അത് 4-ാം നാളായി അത് നാറ്റം വമിച്ചു തുടങ്ങി. എന്നാൽ യേശു പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ തിരിച്ചു തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. പ്രിയരെ, ഈ പകൽക്കാലം വിശ്വാസത്താൽ ചിലതൊന്ന് പ്രഖ്യാപിക്കുമോ? വിശ്വാസത്താൽ നിങ്ങൾ ചിലത് വിളിച്ചു പറയുമോ? ചില വാഗ്ദത്തങ്ങളെ, ചില നന്മകളെ, ചില സന്തോഷങ്ങളെ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മടക്കിത്തരും. നിങ്ങളുടെ നന്മ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾ സന്തോഷിക്കുന്നത് സ്വർഗത്തിലെ അപ്പൻ്റെ പദ്ധതിയാണ്. തൻ്റെ മക്കൾ ജീവിതത്തിൽ കരച്ചിലും പല്ലുകടിയിലൂടെയും പോകുവാൻ ദൈവത്തിന് പദ്ധതിയില്ലല്ലോ. കാരണം വേദപുസ്തകവും ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്, അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. അവൻ നമ്മുടെ അപ്പനാണ്, അവൻ്റെ പദ്ധതി നമ്മെക്കുറിച്ചുള്ള നന്മയാണ്. ഇന്ന് പകൽക്കാലം അതൊന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഏറ്റുപറ. ഏത് പ്രതിസന്ധിയിലും എന്നെ സന്തോഷത്തോടെ നടത്താൻ, എൻ്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റാൻ എൻ്റെ അപ്പൻ വിശ്വസ്തനാ. അവൻ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനാ. എൻ്റെ കാലുകളെ പേടമാൻ്റെ കാല് പോലെ ആക്കുന്ന എൻ്റെ കർത്താവാ. അതൊന്ന് ഏറ്റുപറഞ്ഞ് ആ 2 കരങ്ങളെ ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞാട്ട്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നിങ്ങളൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, നിശ്ചയമായി ദൈവം നിങ്ങളെ മാനിക്കും. നിശ്ചയമായി ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം ഹല്ലേലൂയ വ്യത്യാസമാക്കി തീർക്കും. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 12 മുതൽ വാക്യം വായിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ ദൈവത്തെ ആരാധിച്ച, ഹല്ലേലൂയ, ദൈവത്തോട് നിലവിളിച്ച് നന്ദി പറഞ്ഞ ഹല്ലേലൂയ ഒരു സംഭവം നിങ്ങൾക്കവിടെ വായിക്കാൻ സാധിക്കും. ഫെലിസ്തീർ അതുവരെയുള്ള എല്ലാ നന്മകളും പിടിച്ചു കൊണ്ടുപോയി, ശത്രു അപഹരിച്ചു കൊണ്ടുപോയി, അവർ പോരാടിക്കൊണ്ടിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ ശമൂവേൽ ഒരു കല്ലെടുത്തിട്ട് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എബനേസർ, ഇത്രത്തോളം യഹോവ എന്നെ നടത്തി, ഇനി മുമ്പോട്ടുള്ളതല്ല, ഇതുവരെ നടത്തിയ ആ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ, 1 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അതുവരെ അവൻ പിടിച്ചു വച്ചിരുന്നതിനെ അവന് തിരികെ കിട്ടി. എല്ലാം
നഷ്ടപ്പെട്ടതിനെ തിരികെ കിട്ടി. ഫെലിസ്തീർ അടക്കി വെച്ച പട്ടണങ്ങളെ തിരികെ കിട്ടി. നന്മ തിരിച്ചു കിട്ടി, ഐശ്വര്യം തിരിച്ചു കിട്ടി, ദേശത്തിൻ്റെ മഹത്വം തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. അദ്ദേഹം കരമുയർത്തിയിട്ട് പറഞ്ഞു, കല്ല് നാട്ടിയിട്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിനകത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ ഈ ആണ്ടിൻ്റെ ഈ ദിവസം വരെ നടത്തിയ ദൈവത്തെ ഒന്ന് നന്ദി പറയുമോ? ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും ഹല്ലേലൂയ അവൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടും കൂടെ വരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 100-ാം സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ മറ്റൊരു ഭാഷ്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയുടെ പാസ്വേഡ് താങ്ക് യു. അതൊന്ന് പറയുക. താങ്ക് യു, അതൊരു പാസ്വേഡാണ്. പ്രിയരെ, ഈ രാവിലെ സമയത്ത് ആ പാസ്വേഡ് ഒന്ന് പറയാൻ പറ്റുമോ? ദൈവമേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതുവരെ കൊണ്ടുവന്നതിന് നന്ദി, ഇതുവരെ നടത്തിയതിന് സ്തോത്രം. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നു. ഇതുവരെ വന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഇതുവരെ നിന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് എന്ന് പറഞ്ഞൊന്ന് ദൈവത്തിന് നന്ദി പറയുമോ? അതൊരു പാസ്വേഡാണ്, അതൊരു താക്കോലാണ്. നിങ്ങൾ നന്ദി എന്നൊരു താക്കോൽ ഉപയോഗിച്ചാട്ട് നന്മയുടെ വാതിലുകളെ ദൈവം തുറക്കും. നഷ്ടപ്പെട്ടതിനെ ദൈവം തിരികെ തരും. ഹല്ലേലൂയ. വിശ്വാസത്താൽ സ്ത്രീകൾ തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു പ്രാപിച്ചതുപോലെ ഹല്ലേലൂയ ശമൂവേൽ വിശ്വാസത്താൽ ഹല്ലേലൂയ ഇതാ നന്ദി പറഞ്ഞു തുടങ്ങി ഫെലിസ്തീരെ കീഴടക്കിയെങ്കിൽ ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവ്, നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്ന ദൈവം, നിങ്ങളുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്ന ദൈവം, നിങ്ങളെ നിത്യത വരെ നടത്തുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. അവൻ എബനേസറാ, അവൻ മതിയായ ദൈവമാ, അവൻ വാക്കുമാറാത്ത ദൈവമാ. അവൻ ഇന്ന് പകൽക്കാലവും വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നിങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ, ആമീൻ.